നമുക്കൊന്ന് ബാംഗ്ലൂരിലേക്ക് പോകണം. അവിടെ തെലങ്കാന സർക്കാരിനെതിരെ നിയമപ്പോരിനൊരുങ്ങുകയാണ് അല്ലു അർജുൻ എന്ന വാർത്തയുണ്ട്. അന്യായമായി തടവിൽ വെച്ചു എന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. അല്ലു അർജുന്റെ ഇടക്കാല ജാമ്യം ചോദ്യം ചെയ്ത് ഹൈദരാബാദ് പോലീസും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അപർണ കാർത്തികയും വിവരങ്ങളുമായി എ പി നദീറ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എ പി നദീറ, ഗുഡ് മോർണിംഗ്. അല്ലു അർജുൻ മാസാവാൻ പോവുകയാണെന്ന് തോന്നുന്നു കോടതിയിൽ. എന്തായാലും തെലങ്കാന സർക്കാരിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പ്രത്യേകിച്ച് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ വൈകിപ്പിച്ചു എന്നുള്ളൊരു വലിയ ആരോപണം അദ്ദേഹം കോടതിയിൽ ഉയർത്തും. എങ്ങനെയാണ് സർക്കാർ അതിനെ നേരിടാൻ പോകുന്നത്, എ പി നദീറ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അല്ലു അർജുൻ ഏതായാലും നിയമ പോരാട്ടത്തിന് തന്നെ പോവുകയാണ്. അല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ വഴിയില്ല. അദ്ദേഹം പറയുന്നത് തന്നെ അന്യായമായി തടങ്കലിൽ വെച്ചു എന്നാണ്. കാരണം നമുക്കറിയാം, വെള്ളിയാഴ്ച വൈകിട്ട് ജാമ്യം ലഭിച്ചിട്ട് പിന്നീട് അത് പുറത്ത് വരുന്നത് ശനിയാഴ്ച രാവിലെ 6:30 മണിക്കാണ്. അത്രയും നേരം ജയിലിൽ കഴിയുക എന്നൊരവസ്ഥ തനിക്ക് സൃഷ്ടിച്ചു തന്നത് ജയിൽ സൂപ്രണ്ടിൻ്റെ അനാസ്ഥയാണ്. അദ്ദേഹം കോടതി ഉത്തരവ് കൃത്യമായി പാലിക്കാൻ തയ്യാറായില്ല. തെലങ്കാന ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല ജാമ്യം, അതിനുള്ള നടപടിക്രമങ്ങളൊന്നും പാലിച്ച് അദ്ദേഹത്തെ അപ്പോൾ തന്നെ പുറത്തേക്ക് വിടുന്നതിന് തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ സൂപ്രണ്ടിനെതിരെയും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് അദ്ദേഹം തെലങ്കാന ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുന്നത്. ഒപ്പം തന്നെ ഹൈദരാബാദ് പോലീസ് ആവട്ടെ ഈ ഇടക്കാല ജാമ്യം നൽകിയ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ ഇടക്കാല ജാമ്യം റദ്ദു ചെയ്ത് തിരിച്ച് ഇദ്ദേഹത്തെ ജയിലിൽ തന്നെ കയറ്റണമെന്നാണ് ഈ പോലീസിന്റെ ആവശ്യം. അതേസമയം തന്നെ ഇദ്ദേഹത്തിന് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച ജാമ്യമാണ് ഇത്. അദ്ദേഹത്തിന് നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഫുൾ ജാമ്യം ലഭിക്കുന്നത്, അതായത് നോർമൽ ജാമ്യം ലഭിക്കുന്നതിന് അദ്ദേഹം നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലും അപേക്ഷ നൽകുമെന്നാണ് അറിയുന്നത്. 11 മണിയോടെ അറിയാം ഈ അപേക്ഷകളെല്ലാം തെലങ്കാന ഹൈക്കോടതിയുടെ മുന്നിലും മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലും എത്തുമോ എന്ന കാര്യം. ഓക്കെ, താങ്ക് യു. എ പി നദീറയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ലു അർജുൻ എന്ന സുന്നാമ സുമ്മാവ എന്നാണ് കേട്ടോ, തെറ്റിപ്പോയി.